ബീഹാറിൽ കോൺഗ്രസിൻ്റെ വലിയ പതനം, അതിനുശേഷം എന്തെങ്കിലും ഒരു മാറ്റം കോൺഗ്രസിനകത്ത് പ്രതീക്ഷിക്കാമോ? ഒരഴിച്ചുപണി ഉണ്ടാകുമോ? അഴിച്ചുപണി ഉണ്ടായാലും നമുക്കറിയാം എവിടെ വരെ പോകുമെന്നുള്ളത്. ഇത് ഇവരുടെ കുടുംബത്തിനകത്തുനിന്ന് ഇതിനെ മാറ്റിക്കെട്ടുന്ന ഒരു വഴക്കം ഉണ്ടാകാൻ പോകുന്നില്ല. തരൂര് തന്നെ ഇടയ്ക്ക് പറഞ്ഞത്, ഏറ്റവും അവസാനം പറഞ്ഞത് എന്താണ്? കുടുംബവാഴ്ച അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. അതിന് ആ വാദത്തിന് ഒന്നുകൂടെ പ്രസക്തി ഏറുകയാണ് ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം. അതെ, കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് അതിൻ്റെ ഒരു നിലനിൽപ്പിൻ്റെ ഒരു പോരാട്ടത്തിലേക്ക് കടക്കുകയാണോ നമ്മൾ സംശയിക്കേണ്ടി വരും ബീഹാർ തെരഞ്ഞെടുപ്പ്. കാരണം 61 സീറ്റുകൾ മത്സരിച്ചു, ജയിച്ചത് 6 ഒറ്റയക്കത്തിൽ നിൽക്കുക. ഒറ്റയക്കത്തിൽ, അതും ഏതാനും ചെറിയ വോട്ടുകളിലാണ് ഈ ജയിച്ച സീറ്റുകളെല്ലാം ജയിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ബീഹാർ അടക്കി വാണിരുന്നൊരു പാർട്ടിയാണ് കോൺഗ്രസ്. വോട്ട് ചോരി എന്ന ഉള്ളൊരു വിഷയമെടുത്ത് ബീഹാറിനെ ഇളക്കി മറിച്ച് വോട്ടധികാര യാത്ര നടത്തിയ നേതാവാണ് രാഹുൽ ഗാന്ധി. കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ ബീഹാർ ഭാഗത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അദ്ദേഹം പ്രസിഡന്റാണല്ലോ. കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്ത് നടപ്പിലാക്കിയതെല്ലാം രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ തലയിൽ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് തോറ്റതിൻ്റെ ഉത്തരവാദിത്വം 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് തോറ്റു. 5 സംസ്ഥാനങ്ങളിൽ, ഏറ്റവും അവസാനം നടന്നത് ബീഹാർ, 5 സംസ്ഥാനങ്ങളിലും തോറ്റു. ഈ തോൽവിക്ക് കാരണങ്ങൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ നമ്മൾ അന്വേഷണവും നടത്തി ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. 2 കാരണങ്ങളാണ്. ഒന്ന്, കോൺഗ്രസിൻ്റെ അമിതമായ മുസ്ലിം പ്രകടനം. 2, രാഹുൽ ഗാന്ധി പെട്ടിരിക്കുന്ന ഒരു കോക്കസ്. നേതൃപാടവം പോരാന്നുള്ളത്. ഒരു ചെറിയൊരു കോക്കസിനകത്താണ് ഇദ്ദേഹം പെട്ടിരിക്കുന്നത്. ആ കോക്കസ് എന്ന് പറയുന്നത് ചില ഇടത് ബുദ്ധിജീവികളാണ്. ഒരു 4-5 ആളുകളടങ്ങിയ ഒരു ഇടത് ബുദ്ധിജീവികളാണ് ഇത് നിയന്ത്രിക്കുന്നത്. അവരുടെ നിർദ്ദേശങ്ങളും അവരുടെ ഗൈഡ് ലൈൻസും അനുസരിച്ചിട്ടാണ് രാഹുൽ ഗാന്ധി നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്തുള്ള സീനിയർ നേതാക്കളുടെ പരാതി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ഞങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ, G23 എന്നൊരു ഗ്രൂപ്പ് ഉണ്ടായി വർഷങ്ങൾക്ക് മുമ്പ്. വളരെ ശക്തമായിരുന്നു. വളരെ ശക്തമായിരുന്നു. തിരുത്തൽ പ്രതീക്ഷയാണ്. കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പുനരുജ്ജീവനം അതിൽ കൂടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷയാണ്. അതിലുള്ള പലരും വിട്ടുപോയില്ലേ. ആ 23 ആരുമില്ല. കപിൽ സിബൽ SBയുടെ കൂടെ പോയി. പിന്നെ സച്ചിൻ പൈലറ്റ് ഇപ്പോൾ ഏതാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രീതിയിൽ നിൽക്കുന്നു. ബാക്കിയുള്ളവരിപ്പോൾ ഈ പറഞ്ഞതിൽ എന്താണ്, നിഷ്ക്രിയരാണ്. ഇപ്പോൾ വളരെ സജീവമായിട്ട് നിൽക്കുന്ന തരൂര് മാത്രം. എല്ലാവരും ഏതാണ്ട് നിഷ്ക്രിയരാണ്. എന്തുകൊണ്ടാണ് നിഷ്ക്രിയത്വം അവരെ ബാധിച്ചത്? ഈ പറഞ്ഞതുപോലെ ഈ സുപ്രീം കമാൻഡർ എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി, ഈ നേതാക്കൾ, ഇവർക്ക് വളരെ പരിതപ്രജ്ഞരാണല്ലോ, ദീർഘകാലത്തെ അനുഭവ പാരമ്പര്യമുള്ളവരാണ്. അവരുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം നേരത്തെ പറഞ്ഞ കോക്കസുകളിലേക്ക് ഇദ്ദേഹം ചുരുങ്ങി. ആ ചുരുങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ്സിന് തിരിച്ചടികൾക്ക് മേലെ തിരിച്ചടി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. ഇതിലൊരു മാറ്റം വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി കോൺഗ്രസ് നിയന്ത്രിക്കുന്ന കാലത്തോളം മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞാൽ 1-2 ഉദാഹരണം നമുക്ക് പ്രേക്ഷകരെ ശ്രദ്ധയപ്പെടുത്താം. നേരത്തെ പറഞ്ഞല്ലോ, 5 ആളുകളാണ് ഇദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത്. അവർ ഇടത് ചിന്താധികാരാണ്. ഈ 5 പേരും അവരെ ജയ് ജഗത് ഗ്രൂപ്പ് എന്നാണ് ഇന്നർ സർക്കിളിൽ ഈ മറ്റ് കോൺഗ്രസ് നേതാക്കൾ ജയ് ജഗത് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഈ പറഞ്ഞ ആളുകളുടെ സീനിയർ നേതാക്കളുടെ ഇടയിൽ ഇതിൽ ഉള്ള 5 പേരിൽ ഒരാളെന്ന് പറയുന്നത് നമ്മുടെ പുഷപ്പ് എടുപ്പിച്ചില്ലേ ഇദ്ദേഹത്തെ. എവിടെ ഒരു പരിപാടിക്ക് ലേറ്റായി വന്നു, അദ്ദേഹത്തെ കൊണ്ട് പുഷപ്പ് എടുപ്പിച്ചു എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു വാർത്ത വന്നിരുന്നല്ലോ. ആ അത് ചെയ്തിട്ടുള്ള സച്ചിൻ എന്ന് പറയുന്ന ഒരാൾ, പിന്നെ ഒരു കെ രാജു, കെ കൃഷ്ണ, അലങ്ക സോണി, പ്രവീൺ ചക്രവർത്തി, ഇങ്ങനെയുള്ള ആളുകൾ, ഇത്രയും പേര് ചേർന്നിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഈ ഉപജാപക സംഘം എന്ന് പറയുന്നത്. ആരുടെ? രാഹുൽ ഗാന്ധിയുടെ. ഇവരുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ നവംബർ 9 മധ്യപ്രദേശിലെ പച്മടി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒരു ട്രെയിനിങ് ക്യാമ്പ് നടന്നു, കോൺഗ്രസിൻ്റെ നേതാക്കളുടെ ട്രെയിനിങ് ക്യാമ്പ്. ആ ട്രെയിനിങ് ക്യാമ്പിൽ ഇദ്ദേഹം 10 മിനിറ്റ് ലേറ്റായിട്ട് വന്നു രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി ലേറ്റായിട്ട് വന്നതിന് ഈ സച്ചിൻ പറഞ്ഞത്, നിങ്ങൾ 10 മിനിറ്റ് ലേറ്റാണ്, അതുകൊണ്ട് തന്നെ പരിഹാരമായിട്ട് 10 പുഷപ്പ് എടുക്കണമെന്ന് പറഞ്ഞു. കോൺഗ്രസ് പാർട്ടി പോകുന്ന ഒരു ആദപ്പതനം നോക്കിയാണ്. അപ്പോൾ ഇയാൾ പുറം തന്നെ രാഹുൽ ഗാന്ധി ഇറങ്ങി 10 പുഷപ്പ് ചെയ്തു. ആ 10 പുഷപ്പ്
നമ്മുടെ അടുത്ത മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കി. കാരണം കണ്ടോ, ഇതാണ് നേതാവ്, ലേറ്റായി വന്നതിന് പുഷപ്പ് എടുക്കുമെന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ ജനങ്ങളുടെ പരിഹാസത്തോടെയാണ് കാണുന്നത്. മറ്റൊരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ ശശി തരൂർ. ശശി തരൂർ എന്ന് പറയുന്നത് പൊളിറ്റിക്സിനെ സീരിയസ് ആയിട്ട് കാണുന്നൊരു മനുഷ്യനാണ്, എല്ലാം അറിയാമല്ലോ നമുക്ക്. അദ്ദേഹം നിരവധി തവണ രാഹുൽ ഗാന്ധിയുമായിട്ട് ഈ ഓർഗനൈസേഷൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കമ്മ്യൂണിക്കേഷൻ എത്തുന്നില്ല. കമ്മ്യൂണിക്കേഷൻ എത്തുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്താ? ഈ നേരത്തെ പറഞ്ഞ ഈ ഗ്രൂപ്പാണ്. ഇവരാണ് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. മാത്രമല്ല, കോൺഗ്രസിൻ്റെ ആഫീസിൽ ഒരു പ്രിൻ്ററായിട്ട് വന്ന ആളാണ് ഈ കെ രാജു എന്ന് പറയുന്ന ആൾ, കെ കൃഷ്ണ എന്ന് പറയുന്ന ആൾ, ആന്ധ്രാക്കാരനാണ്. ഇദ്ദേഹം പിന്നീട് ഈ ഉപജാപ സംഘത്തിൽ പെടുകയും പിന്നെ നമ്മുടെ ബീഹാറിലെ തെരഞ്ഞെടുപ്പിനെ ചാർജ് ചെയ്യും മനുഷ്യനാണ് കൊടുത്തിരുന്നത്. ആലോചിച്ച് നോക്കണം, ഇത്രയും സീനിയർ നേതാക്കളുണ്ടായിട്ടും ഇതൊന്നും പുറത്തു മാധ്യമങ്ങളൊന്നും പുറത്തു പറഞ്ഞിട്ടില്ല. ഈ മനുഷ്യനാണ് ഇതിൻ്റെ പ്രഭാരിയായിട്ട് അവിടെ തീരുമാനിച്ചത്. അപ്പോൾ ഒരു സംഘടനാ പാരമ്പര്യം ഇല്ലാത്ത ഒരാളിനെ ഇത്തരം ചുമതലയാക്കുമ്പം കിട്ടിയതിന് മഹാഭാഗ്യം നമ്മൾ കരുതേണ്ടത്. ഇതാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം. അല്ല, കെ.സി. വേണുഗോപാലിനെ പോലുള്ള ഒരാൾ ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിൽ തൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നം ഉറപ്പിക്കാനായിട്ട് നെട്ടോട്ടമായിരുന്നു. അതെ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഓടിയെത്തേണ്ട നേതാവ് കൂടിയാണ്. തീർച്ചയായിട്ടും. എന്നിട്ട് ആ ചുമതലയിൽ നിന്ന് മാറി കേരളത്തിലേക്ക് ഫോക്കസ് ചെയ്ത് നിന്നു എന്നുള്ളതാണ്. അല്ല, അതിന് കാരണം ഏതാണ്? കെ.സി. വേണുഗോപാലിന് പിന്നെ രാഹുൽ ഗാന്ധി ഈ പറഞ്ഞാൽ അറ്റാച്ച് കുറഞ്ഞു വരികയാണ്. കാര്യം ഈ ഗ്രൂപ്പ് നന്നായിട്ട് കളിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ കെ.സി. വേണുഗോപാൽ ഇനിയിപ്പോൾ നോക്കിയെന്താ, അവിടെ എന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇയാളെ കേൾക്കുന്നത് ഏതാണ്ട് ഒഴിവാക്കി. ഇനിയിപ്പോൾ വേണ്ടതെന്ന് പറയുന്നത് കേരളത്തിൽ ജയിച്ചു വരികയാണെങ്കിൽ മുഖ്യമന്ത്രി ആവാൻ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്നാണ് കെ.സി. വേണുഗോപാൽ നോക്കുന്നത്. ഇദ്ദേഹം ഓരോ സ്ഥലത്തും മുമ്പ് നമുക്കറിയാം, ഇലക്ഷൻ നടന്നത് വാർ റൂം തുറക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ വാർ റൂം തുറന്നത് എല്ലായിടത്തും തോറ്റ് ഈ പറഞ്ഞ പോലെ ഒരു ബാഡ് ഇമേജ് ഈ പാർട്ടിക്കകത്ത് കെ.സി. വേണുഗോപാലുണ്ട്. അതായത് ഉത്തരേന്ത്യൻ നേതാക്കൾ, കോൺഗ്രസ് നേതാക്കളാണ് ഇദ്ദേഹത്തിനെതിരെ നീങ്ങുന്നത്. കേരളത്തിൽ കെ.സി. വേണുഗോപാലും ഒക്കെ നല്ല ആളാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഉത്തരേന്ത്യയിൽ ഇദ്ദേഹത്തിനെതിരെ വലിയൊരു ലോബിങ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ജയ്ജഗത് ഗ്രൂപ്പ് കെ.സി. വേണുഗോപാലിനെതിരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയതുപോലെ പാണ്ഡനായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഭരിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയായിട്ട് നേരിട്ട് വലിയ ഇടപെടുന്ന കെ.സി. വേണുഗോപാൽ നടക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? പതിയെ തൻ്റെ സ്ഥാനം കേരളത്തിലേക്ക് മാറ്റിപ്പിടിക്കാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം നോക്കുന്നത്. പക്ഷേ എന്തായാലും ഈ അഴിച്ചുപണി നമുക്കൊരിക്കലും പ്രതീക്ഷിക്കേണ്ട. കാരണം അഴിച്ചുപണിതാൽ എവിടെ വരെ പോകാനോ? കാരണം ഈ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഈ ശശി തരൂർ ഒരു പക്ഷേ വന്നിരുന്നുവെങ്കിൽ ഇന്ന് കോൺഗ്രസിൻ്റെ ഒരു ലെവല് തന്നെ മാറിയത്. തീർച്ചയായിട്ടും. പാർലമെന്റിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ 10 സീറ്റ് കൂടുതൽ അവർക്ക് നേടാൻ കഴിയും. ഉറപ്പായിട്ടും. അപ്പോൾ നമുക്ക് അറിയാമല്ലോ, 2004 UPA അധികാരം കിട്ടിയ സമയത്ത് ഡോക്ടർ മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കി. അന്ന് പ്രണബ് മുഖർജി അടക്കമുള്ള ആളുകളുണ്ട്, വളരെ സീനിയറുള്ള കോൺഗ്രസ് നേതാക്കളുണ്ട്, പാർട്ടിക്ക് വേണ്ടി ജീവിതം മൊത്തം നശിപ്പിച്ച ആളുകളുണ്ട്. അവരെയൊന്നും പരിഗണിച്ചില്ല. പകരം മൻമോഹൻ സിംഗിനെ വെച്ചു. എന്താ കാര്യം? സോണിയാഗാന്ധി പറയുന്നത് അതുപോലെ അനുസരിക്കും, പാവ കളിക്കും അദ്ദേഹം. ഇപ്പോൾ നോക്കൂ, നമ്മുടെ മല്ലികാർജുൻ ഖാർഗെ AICC പ്രസിഡന്റ്, സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പറയുന്നതിനപ്പോൾ അദ്ദേഹം ചലിക്കില്ല. അപ്പോൾ ഇവർക്ക് ആവശ്യം എന്ന് പറയുന്നത് ഇതുപോലുള്ള ബൊമ്മകളെയാണ്. നമ്മൾ നിയന്ത്രിക്കാൻ അനുസരിച്ച് നീങ്ങുന്ന ബൊമ്മകളെയാണ് കോൺഗ്രസിന് ആവശ്യം. തരൂർ വന്നിരുന്നെങ്കിൽ ഇവരുടെ പിടിയിൽ നിൽക്കില്ല. കാര്യം അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു അടിമയായി നിൽക്കുന്ന ഒരു മനുഷ്യനല്ലല്ലോ. പുള്ളിക്ക് സ്വന്തമായി ചിന്താഗതിയും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുമാണ്. അതുകൊണ്ടാണ് AICC പ്രസിഡന്റ് മത്സരിച്ചപ്പോൾ ഇദ്ദേഹത്തെ എന്ത് ചെയ്തത്? എല്ലാവരോടും ഒറ്റക്കെട്ടായിട്ടൊന്ന് പരാജയപ്പെടുത്തിയത്. കാരണം ഈ പറഞ്ഞ ഒരു ചോദ്യം ചെയ്യൽ ശശിധരൻ്റെ ഭാഗത്തുണ്ടാവും. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ഒരിക്കലും അവർ ഈ നെഹ്റു ഗാന്ധി കുടുംബത്തിൽ നിന്നും പാർട്ടിയെ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല. കോൺഗ്രസിനെ ഒരുമിച്ച് നിർത്തുന്ന ഒരു യൂണിഫയർ എന്ന് പറയുന്നത് ഈ പാർട്ടിയാണ്. കാരണം ഈ പാർട്ടിക്ക് ആശയമില്ലല്ലോ. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പാർട്ടിയായിരുന്നു ഇത്. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നേരെ എന്ത് ചെയ്തു? അതേ പേര് വെച്ച് വന്നു, ചിഹ്നം മാത്രം കൈപ്പത്തിയാക്കി മാറ്റി എന്നുള്ളതല്ലാതെ ഇവർക്കൊരു ആശയമില്ല. ആശയമോ പ്രത്യയശാസ്ത്രമില്ല. ആശയവും പ്രത്യയശാസ്ത്രം ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി അധികകാലം നിലനിൽക്കില്ല. ഈ 100 വർഷത്തോളം ഇവർ നിന്നത് തന്നെ നേരത്തെ പറഞ്ഞ പോലെ കുറേ ആളുകളിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പാർട്ടികൾ തെറ്റിദ്ധാരണ കൊണ്ടാണ്. അതല്ല എന്ന് പലതവണ പലരും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഗാന്ധിജി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ പാർട്ടി പിരിച്ചുവിട്ട് നിങ്ങൾ പുതിയ പാർട്ടി ഉണ്ടാക്കുമോ? എന്തുകൊണ്ടാണ് ഗാന്ധി അങ്ങനെ പറഞ്ഞത്? ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമ്പോൾ അതിന് ഈ പദ്ധതികൾ വേണം, ആശയം വേണം, പ്രത്യയശാസ്ത്രം വേണം. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ആവാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ അംഗീകരിച്ചില്ല. കാരണം എന്താ? ഈ പേരിൽ രാജ്യത്ത് തുടരാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഇനി പ്രിയങ്ക ഗാന്ധിയുടെ മക്കൾക്ക് വേണ്ടി മാത്രമാണ് ഈ പാർട്ടി. നമ്മൾ കണ്ടല്ലോ കഴിഞ്ഞ ദിവസം ബീഹാറിൻ്റെ ഒരു വംശം തകർത്തെരിപ്പണമായത്. ബീഹാറിൻ്റെ ലാലുവിൻ്റെ കുടുംബം
അടക്കി ഭരിച്ചിരുന്നൊരു കുടുംബമാണ്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ മോള് പിന്നെ രോഹിണി പിണങ്ങിപ്പോയി, കുടുംബം വിട്ടു പോയി. പിന്നെ ലാലുവിന് പിന്നെ കരട് ഭാഗത്ത് കൊടുത്ത സ്ത്രീയാണ്, കിഡ്നി കൊടുത്ത സ്ത്രീയാണ്, മകളാണ്. നേരത്തെ തന്നെ ഒരു മകൻ പോയി, തേജ് പോയി. അപ്പോൾ ഇങ്ങനെ ഒരു വംശം ഒരു ഭാഗത്ത് തകരുകയാണ്. ഇതേ തകർച്ച നാളെ കോൺഗ്രസിൻ്റെ അകത്ത് കുടുംബാധിപത്യത്തിൽ സംഭവം ഉണ്ടാവും. കാര്യം ജനങ്ങളിതെല്ലാം കാണുകയാണ്. ആഫ്റ്റർ ഓൾ ജനങ്ങളാണ് എല്ലാം തീരുമാനിക്കുന്നത്. കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ഇനിയും ഇന്ത്യയിൽ നിൽക്കണമെന്ന് താല്പര്യമുണ്ട് എങ്കിൽ ഇവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ സമൂലമായൊരു അഴിച്ചുപണി നടത്തിയാൽ മാത്രമേ മതിയാവുള്ളൂ. എനിക്ക് തോന്നുന്നു അസന്തര നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. ശശി തന്നെ പോലെ കമൽനാഥുണ്ട്, അങ്ങനെ ചില ആളുകളുണ്ട്, സീനിയർ നേതാക്കൾ. ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഇതൊന്ന് പുനരുദ്ധരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ കോൺഗ്രസ് പാർട്ടി ഇനിയും ഇന്ത്യയിലുണ്ടാവും. ഇല്ല എങ്കിൽ ഇതിനൊരു സ്വാഭാവിക അന്ത്യത്തിലേക്ക്, പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ എത്ര കാലം നിങ്ങൾ മുസ്ലിം ലീഗിനെയും മാവോയിസ്റ്റുകളെയും പിന്താങ്ങി നിൽക്കാൻ പറ്റും? ഒരിക്കലല്ല. സാമാന്യ ജനങ്ങളുടെ പിന്തുണയില്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിൽപ്പുണ്ടാവില്ല എന്നൊരു തിരിച്ചറിവ് കോൺഗ്രസിനുണ്ടായാൽ ദേശീയ തലത്തിലും കേരളത്തിലും അവർക്ക് ഗുണം ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.